വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവിശ്വംശയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 15, 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പടയാളികളുടെ പരിഹാസം. അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി. അവർ അവനെ ചെമപ്പു വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മെനഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവേ സുസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവന്റെ ശിരസിൽ അടിക്കുകയും അവന്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ച ശേഷം ചെമപ്പു വസ്ത്രം അഴിച്ചുമാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. യേശു മർദ്ദനങ്ങളുടെ നടുവിൽ. അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം യേശുവിനെ കുരിശിൽ തറച്ചു കൊല്ലുക എന്ന ഉത്തരവോടുകൂടെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിടിപ്പുകേടും മതനേതൃത്വത്തിന്റെ അത്യുത്സാഹവും കൂടി ചേർന്നപ്പോൾ ജനങ്ങൾ യേശുവിനെ മർദ്ദിക്കുന്നതിലും പീഡിപ്പിക്കുന്നതിലും മത്സരബുദ്ധിയോടുകൂടി തന്നെ പെരുമാറി എന്ന് പറഞ്ഞാൽ അതിശോക്തിയില്ല. അവരുടേതായിട്ടുള്ള എല്ലാ മർദ്ദനമുറകളും കഴിഞ്ഞതിനു ശേഷം പിന്നീട് ഇസ്രായേലിന്റെ പട്ടാളം തന്നെ യേശുവിന്റെ കാര്യം ഏറ്റെടുക്കുകയാണ്. അതോടുകൂടി മർദ്ദനമുറകളൊക്കെ പട്ടാളച്ചിട്ടയിലായി. മനുഷ്യാവകാശ പ്രശ്നങ്ങളൊക്കെ കാറ്റിൽ പരത്തിക്കൊണ്ട് തികച്ചും ജുഗുത്സാഹവും ഹീനവും അതികഠിനവുമായിട്ടുള്ള രീതിയിൽ ഉള്ള മർദ്ദനമുറകളാണ് യേശുവിനോട് അവർ പുലർത്തിപ്പോന്നത്. ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ കാണാൻ ഇടവന്നിട്ടില്ലാത്ത അത്ര കണ്ട് ജുഗുത്സാഹമായിട്ടുള്ള ഹീനമായിട്ടുള്ള മർദ്ദനമുറകളാണ് യേശുവിനോട് അവർ കാണിച്ചത്. വിവസ്ത്രനാക്കിക്കൊണ്ട് ഒരു തെരുവ് നാടകം തന്നെ മെനഞ്ഞെടുക്കത്തക്ക വിധത്തിലെ യേശുവിനെ മുഖ്യപ്രതിയാക്കി പരിഹാസത്തിന്റെയും പരദൂഷണത്തിന്റെയും അതിലേറെ രൂക്ഷമായിട്ടുള്ള മർദ്ദനത്തിന്റെയും മുറകൾ അവർ സ്വീകരിക്കാനിടവരുന്നു. ഈ മർദ്ദനമുറകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്തബ്ധരാക്കിക്കൊണ്ട് യേശു അവയോട് പ്രതികരിക്കുകയാണ്. തുടർന്ന് വലിയ ഒരു ഉത്സവ പ്രതീതി ജനിക്കത്തക്ക വിധത്തിൽ വളരെയധികം ജനങ്ങളുടെ ഇടയിൽ കൂടെ യേശുവിനെ വേഷപ്രച്ഛന്നനാക്കി ഭാരമുള്ള ഒരു കുരിശും ചുമപ്പിച്ചുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് കുരിശിൽ തറച്ചു കൊല്ലാൻ വേണ്ടി ഉള്ള ആ ഒരു യാത്ര പുറപ്പെടുന്നതാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ദാരുണമായിട്ടുള്ള ആ യാത്ര യേശു നടത്തുകയാണ്. ആളുകൾക്ക് അത്യുത്സാഹം, ഒരു ഉത്സവ പ്രതീതിയാണ് ആളുകളിൽ പലരിലും. ചുരുക്കം ചില ഭക്തസ്ത്രീകൾ ഒഴിച്ച് എല്ലാവർക്കും തന്നെ സന്തോഷവും കുതൂഹലം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ കൂടെ തീർത്തും അപഹാസ്യനായി പരിഹാസ വിഷയമായി യേശു കുരിശും ചുമന്നുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് പോകുന്ന അതിദാരുണമായിട്ടുള്ള ആ യാത്രയെപ്പറ്റി സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മനുഷ്യർക്ക് രക്ഷ കൊടുക്കാൻ വേണ്ടി സ്വയം ശിക്ഷ ഏറ്റുവാങ്ങിയവന്റെ അന്ത്യയാത്രയായിരുന്നു അത്. നമ്മെ സംബന്ധിച്ച് പല ചിന്തകളും ജീവിതത്തിൽ സ്വരൂപിക്കാനിടവരേണ്ട നിമിഷങ്ങളായിട്ട് അത് നമുക്ക് മാറ്റാം.